പണ്ടും ഇപ്പോഴും ഏലം കൃഷി ചെയ്യുന്നതിലും വിളവെടുക്കുന്നതിലും വലിയ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. അതിന് ശേഷമുള്ള പ്രോസസ്സ് ഉണ്ടല്ലോ, അതിലാണ് ഇപ്പോൾ പുതിയ മാറ്റങ്ങൾ വന്നിട്ടുള്ളതും പുതിയ ടെക്നോളജി വന്നിട്ടുള്ളതും. പണ്ടെന്ന് വെച്ചാൽ നമ്മൾ വിറക് കത്തിച്ച ട്രയറിൽ വെച്ചിട്ടാണ് ഇത് ഉണക്കിയെടുക്കലൊക്കെ ചെയ്തിരുന്നത്. അതിന് 3-4 പേര് ജോലിക്കാർ വേണം, ഉറക്കമൊഴിച്ചിരിക്കണം. മാത്രമല്ല ഇത് ചൂട് കൂടിക്കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങളായിരുന്നു. മാത്രമല്ല ഇപ്പോൾ വിറകിനാണെങ്കിൽ നല്ല വില കൂടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള സമയത്താണ് ഈ പുതിയ ടെക്നോളജി നമുക്ക് ഉപകാരപ്രദമായി വരുന്നത്. ഇലക്ട്രോലൈസ് കമ്പനിയുടെ പുതിയ മെഷീൻ വന്നതോടുകൂടി ഇപ്പോൾ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമായി. കഴുകി ഡ്രയറിലിട്ട് കഴിഞ്ഞാൽ ഫുൾ ഓട്ടോമാറ്റിക്കാണ് ഇതിന്റെ പ്രവർത്തനം. അതുകൊണ്ട് തന്നെ ഒരാൾ മാത്രം മതി നമുക്ക് ജോലിക്ക്. മാത്രമല്ല ഗുണനിലവാരത്തിലോ കായുടെ നിറത്തിലോ തൂക്കത്തിലോ ഒരു കുറവും വരില്ല. ഇതിന് കുറഞ്ഞ വൈദ്യുതി മതി. തീയും പുകയും ഇല്ലാത്തതുകൊണ്ട് പ്രകൃതിക്ക് ഒരു ദോഷവും സംഭവിക്കുന്നില്ല. ഏലം മാത്രമല്ല, മറ്റു കാർഷിക ഉൽപ്പന്നങ്ങളായ കപ്പ, ചക്ക, കുരുമുളക്, നാളികേരം, മഞ്ഞൾ, കാപ്പി, പച്ചക്കറികൾ കൂടാതെ മത്സ്യമാംസാദികൾ എന്നിവ വളരെ ഈസിയായി ഉണക്കിയെടുക്കാം. ഇന്ത്യൻ നിർമ്മിത ഹീറ്റ് പമ്പ് ഉപയോഗിച്ച് തയ്യാർ ചെയ്ത ഇലക്ട്രോലൈസ് ഉള്ളപ്പോൾ ഇനി എന്തിനു മടിച്ചു നിൽക്കണം? നമുക്ക് ഇനി കാലത്തിനൊപ്പം സഞ്ചരിക്കാം ഇലക്ട്രോലൈസിലൂടെ.